Hi, hello everyone. I am Amrita Mohandas and welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ. അപ്പോൾ ജിമെയിൽ യൂസ് ചെയ്യുന്നവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2 പാർട്ടായിട്ടാണ് ഞാൻ ടിപ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. സ്മാർട്ട് കമ്പോസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് സീ ഓൾ സെറ്റിങ്സ് അതെടുക്കുക. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ജനറലിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. ജനറൽ ബൈ ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയിരിക്കും. സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിൻ്റെ അകത്ത് സ്മാർട്ട് കമ്പോസ് അത് പേഴ്സണലൈസേഷൻ ഓൺ എന്ന് ആക്കുക. അപ്പോൾ പേഴ്സണലൈസേഷൻ ഓഫാണ് കിടക്കുന്നത്, ഓൺ ആക്കുക. അപ്പോൾ യുവർ പ്രിഫറൻസസ് ഹാവ് ബീൻ സേവ്ഡ് എന്ന് മെസ്സേജ് വരും. ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെയിൽ കമ്പോസ് ചെയ്ത് നോക്കാം. ടു അഡ്രസ്സും സബ്ജക്റ്റും പറയുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാം. റെസ്പെക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് 6S വരെ ആയപ്പോഴത്തേക്കും സ്മാർട്ട് കമ്പോസ് അത് റെസ്പെക്റ്റഡ് സാർ എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടു. അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ടാബ് അടിച്ചാൽ മതിയാകും. അപ്പം നമുക്ക് റെസ്പെക്റ്റഡ് സാറിന് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല. ഇനി മറ്റൊരെണ്ണം ടൈപ്പ് ചെയ്ത് നോക്കാം. വെരി നൈസ് ടു ഹിയർ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ഹിയർ ഫ്രം യു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് സ്മാർട്ട് കമ്പോസ് ആയിട്ട്. അത് വേണമെങ്കിൽ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ. ന്യൂ മെസ്സേജിൽ എങ്ങനെയാണ് പോപ്പ് ഇൻ പോപ്പ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ആ ബട്ടണാണ് പോപ്പ് ഇൻ ചെയ്യാനും പോപ്പ് ഔട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മിനിമൈസ് മാക്സിമൈസ് പോപ്പ് ഇൻ പോപ്പ് ഔട്ട് ഇതാണ് വർക്കിംഗ്. ടൈപ്പ് ചെയ്ത മെസ്സേജ് എങ്ങനെ അൺഡു ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തതാണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതറിയാതെ അങ്ങ് സെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ അൺഡു ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അത് തെറ്റാണല്ലോ അയച്ച മെസ്സേജ് എന്ന്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സെറ്റിങ്സിൽ കയറി ഓൾ സെറ്റിങ്സ് എടുക്കുക. ഓൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ജനറൽ എന്ന ഓപ്ഷൻ്റെ അകത്ത് അൺഡു സെൻഡ് എന്ന് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് സെൻഡ് ക്യാൻസലേഷൻ പീരീഡ് 5 സെക്കൻഡ്സ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി അത് നമുക്ക് കൂട്ടി വയ്ക്കാം. 5 സെക്കൻഡ്സ് എന്നുള്ളത് 30 സെക്കൻഡ്സ് ആക്കാം. അപ്പം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്തു. സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ചേഞ്ചസ് സേവ് ആയി. മെയിൽ പിന്നെയും റീലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പുതിയ മെസ്സേജ് കമ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സെൻഡ് എന്നുള്ളത് കൊടുത്തു. മെസ്സേജ് സെൻഡ് ചെയ്യാൻ പോവാണ്. അതിലും തെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞു. 30 സെക്കൻഡ്സ് വരെ നമുക്ക് ടൈമുണ്ട് മെസ്സേജിനെ അൺഡു ചെയ്യാനായിട്ട്. ഇനി ഞാൻ അൺഡു ചെയ്തു മെസ്സേജ്. എന്നിട്ട് അതിൻ്റെ അകത്ത് വേണ്ട തിരുത്തെല്ലാം വരുത്തിയിട്ട് നമുക്ക് വീണ്ടും ആ മെസ്സേജിനെ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു ടൈം ഗ്യാപ്പ് കിട്ടും നമ്മൾ അയച്ച മെസ്സേജിനെ അൺഡു ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ മെസ്സേജിൽ വേണ്ട കറക്ഷൻസ് വരുത്തി. ഇനി സെൻഡ് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അൺഡു ചെയ്യാവുന്നതാണ്. എത്ര ടൈം വേണേലും സെൻഡ് ചെയ്ത മെസ്സേജിനെ അൺഡു ചെയ്യാവുന്നതാണ്. സെൻഡിങ് മെസ്സേജ് ഇൻ കോൺഫിഡൻഷ്യൽ മോഡ്. ആ ടേൺ ഓൺ കോൺഫിഡൻഷ്യൽ മോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പിറേഷൻ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് എക്സ്പയർ ഇൻ 1 വീക്കാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. 1 ഡേ തൊട്ട് 5 ഇയേഴ്സ് വരെ നമുക്ക് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം. അപ്പം എക്സ്പിറേഷൻ ഇൻ 1 ഡേ എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആവും. ഇനി നമുക്ക് നോ SMS പാസ്കോഡ്, അതല്ലാതെ പാസ്കോഡ് വെച്ചും ചെയ്യാം. പാസ്കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കും. അതിൻ്റെ അകത്തേക്ക് ഗൂഗിൾ ജിമെയിൽ തന്നെ ഒരു പാസ്കോഡ് സെൻഡ് ചെയ്യും. ആ പാസ്കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മെസ്സേജ് ഓപ്പൺ ആക്കി റീഡാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ SMS പാസ്കോഡ് കാണിക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്തു. ദെൻ സേവ് കൊടുത്തു. ഇനി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കണ്ടൻറ് എക്സ്പേഴ്സ് ഇൻ ഏത് ദിവസമാണെന്ന് കിടപ്പുണ്ട്. പിന്നെ നേരത്തെ ബ്ലാക്ക് കളറായിരുന്നു. ഇപ്പോൾ കോൺഫിഡൻഷ്യൽ മോഡ് ആയപ്പം ബ്ലൂ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം.
ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം, കോൺഫിഡൻഷ്യൽ മോഡ് വിത്ത് SMS ആണെങ്കിൽ. അപ്പം നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അയാളുടെ അയാളുടെ ഫോൺ നമ്പർ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്, ഫോൺ നമ്പർ എന്നുള്ളതിൽ. അപ്പം ഞാൻ ഫോൺ നമ്പർ കൊടുക്കുവാണ്. ഒരു ഫോൺ നമ്പർ കൊടുത്തു. ദെൻ ഇനി നമുക്ക് സെൻഡ് ചെയ്യാം മെസ്സേജ്. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിത്ത് പാസ്കോഡ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പം ഇതാണ് എൻ്റെ റിസീവർ സൈഡിൽ ഞാൻ അയച്ച മെസ്സേജ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി പാസ്കോഡ് സെൻഡ് ചെയ്യണം. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും പാസ്കോഡ് സെൻഡ് ചെയ്യുന്നത്. ആ പാസ്കോഡ് എനിക്ക് ആ മൊബൈൽ നമ്പറിൽ കിട്ടി. അതാണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ പാസ്കോഡ് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. റീസെൻറ്റ് പാസ്കോഡ് കൊടുക്കുവാണെങ്കിൽ മറ്റൊരു പാസ്കോഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതാ ഞാൻ അയച്ച മെസ്സേജ് എനിക്കവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഷെഡ്യൂൾ സെൻഡിങ് മെസ്സേജ്. ഞാൻ ഒരു റെസിഗ്നേഷൻ ലെറ്റർ സെൻഡ് ചെയ്യുവാണ്. അതിന് സെൻഡ് എന്നുള്ള ഓപ്ഷൻ്റെ സൈഡിലായിട്ടൊരു ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുമ്പോൾ ഷെഡ്യൂൾ സെൻഡ് എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷെഡ്യൂൾ സെൻഡിൻ്റെ ഡയലോഗ് ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്യുക. ദിസ് ആഫ്റ്റർനൂൺ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. സെൻഡ് ഷെഡ്യൂൾ ഫോർ 1 PM അതിൽ അണ്ടും കിടപ്പുണ്ട്, വ്യൂ മെസ്സേജും കിടപ്പുണ്ട്. ഞാനിപ്പോൾ മെസ്സേജ് അണ്ടു ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും തെറ്റേണ്ട തിരുത്തുമൊക്കെ ചെയ്യാം. ഇനി ഷെഡ്യൂൾ സെൻഡ് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കാം. വേറെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക്, നെക്സ്റ്റ് മന്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. ടൈമിൽ തന്നെ AM ആണോ PM ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. ടൈം മാത്രം, മറ്റേ ഡേറ്റ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷെഡ്യൂൾ സെൻഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ മെസ്സേജ് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് ടൈമിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെൻഡ് ആകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പറഞ്ഞ ദിവസത്തേക്ക് ആ മെസ്സേജ് സെൻഡ് ആയിക്കോളും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെഡ്യൂൾഡ് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെഡ്യൂൾ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജിനെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച മെസ്സേജിൽ. അതിൽ നമുക്ക് ക്യാൻസൽ കൊടുക്കാം. ക്യാൻസൽ സെൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെസ്സേജ് സെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് അപ്പോൾ ആ സമയത്ത് മെസ്സേജ് ഷെഡ്യൂളിങ് ടൈമൊക്കെ വേണമെങ്കിൽ മാറ്റി ചെയ്യാം. മെസ്സേജിൽ കറക്ഷൻ ഉണ്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ പിന്നെയും ഷെഡ്യൂൾ ചെയ്ത് വെച്ചു, ഒരു ടൈം കൊടുത്തു. ഇനി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മെസ്സേജിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഡിലീറ്റ് ചെയ്യാനും സ്നൂസ് ചെയ്യാമെന്ന് വെച്ചാൽ മുന്നോട്ട് നമ്മൾ അലാറമൊക്കെ സ്നൂസ് ചെയ്യുന്ന പോലെ പോസ്റ്റ്പോൺ ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ടൈം പോസ്റ്റ്പോൺ ചെയ്യാം. ആർച്ചീവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺവെർസേഷൻ ട്രാഷിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അൺഡു ചെയ്യണമെങ്കിൽ ചെയ്യാം. മെസ്സേജ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, സെറ്റിംഗ് ടെംപ്ലേറ്റ്സ്. ഇപ്പം ഞാനൊരു ഫീഡ്ബാക്ക് വന്ന ഒരു മെസ്സേജ്, ഇത് സാമ്പിളാണ് കേട്ടോ. ഞാനൊരു മെസ്സേജ് എടുത്തു, അതിൽ സി ഓൾ സെറ്റിങ്സ് എടുത്തു. അതിൽ തന്നെ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുവാണ്. എനേബിൾ ടെംപ്ലേറ്റ്സ് അത് ക്ലിക്ക് ചെയ്തു. ദെൻ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തു, സേവ് ചേഞ്ചസ് കൊടുത്തു. ഇനി നമ്മുടെ ചേഞ്ചസ് അപ്ലൈ ആയിക്കൊണ്ട് ജിമെയിൽ ഒന്നുകൂടെ ലോഡ് ആകുകയാണ്. ഇനി ഞാൻ ആ മെസ്സേജ് എടുത്തു ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാനിനി റിപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു ഫീഡ്ബാക്ക് മെസ്സേജാണ്, സാമ്പിളാണ് കേട്ടോ. എന്ത് വേണേലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള മെസ്സേജസിന് ഞാൻ എങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ടൈപ്പ് ചെയ്ത് റിപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാനിത് താങ്ക് യു സോ മച്ച് എന്ന് റിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ താഴെ 3 ഡോട്ട് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തു. ടെംപ്ലേറ്റ് നിന്ന് എടുത്തു. ദെൻ സേവ് ഡ്രാഫ്റ്റ് ആസ് ടെംപ്ലേറ്റ്, അതിൻ്റെ അകത്ത് സേവ് ആസ് എ ന്യൂ ടെംപ്ലേറ്റ് കൊടുത്തു. ഇനി നമ്മൾ ടെംപ്ലേറ്റിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. ബൈ ഡിഫോൾട്ടായിട്ടൊരു ഹെഡിങ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തൊരു ഹെഡിങ് കൊടുക്കാം. ഞാനിപ്പോൾ ഫീഡ്ബാക്ക് താങ്ക് യു എന്നും പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് കൊടുത്തു, സേവ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ ആ മെസ്സേജിന് സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ആ മെയിലിലും
സെയിം മെസ്സേജ് തന്നെയാണ് എനിക്ക് കൊടുക്കേണ്ടത് റിപ്ലൈ ആയിട്ട്. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ഞാൻ ഒരാൾക്ക് റിപ്ലൈ ചെയ്ത് വെച്ചത് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ചെന്ന് ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു, ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി, ഫീഡ്ബാക്ക് താങ്ക്സ് ആ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ അവിടെ നേരത്തെ അയച്ച ആ മെസ്സേജ് അവിടെ വന്നു. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്കിതുപോലെ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടെംപ്ലേറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഈ മെസ്സേജ് ബാക്ക് സ്പേസ് അടിച്ച് വേറെ എന്തെങ്കിലും മെസ്സേജ് ആഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കത് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് സെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു മെസ്സേജ് കൂടെ ഉണ്ട്. ഇനി അതിനൊരു റിപ്ലൈ അയക്കണം. ഇതിന് റിപ്ലൈ ആയിട്ട് മറ്റൊരു മെസ്സേജ് അയക്കേണ്ടത് എന്ന് സപ്പോസ് ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് അവിടെ കിടപ്പുണ്ട്, അത് വേണ്ട. അതിന് പകരമായിട്ട് ഞാൻ മറ്റൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഞാനൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് തൽക്കാലത്തേക്ക്, സാമ്പിളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ടാബ് അടിക്കുക, അങ്ങനെ വരുവാണെങ്കിൽ ദെൻ നെക്സ്റ്റ് എന്താ ടൈപ്പ് ചെയ്യുക? ഓക്കെ, യെസ് ഷുവർലി ഐ വിൽ ഡു മോർ സിമിലർ വീഡിയോസ് അങ്ങനെ വല്ല നമുക്ക് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റഡ് ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റൊരു ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒരു റഫായിട്ടൊരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്തു. ദെൻ നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഡൗണിലുള്ള റൈറ്റ് സൈഡിൽ ഡൗണിലുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് എടുത്തു. ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് സേവ് ഡ്രാഫ്റ്റ് ആസ് ടെംപ്ലേറ്റ്, അതിൻ്റെ അകത്ത് സേവ് ആസ് ന്യൂ ടെംപ്ലേറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം ചെയ്യാം. ഞാൻ ഫീഡ്ബാക്ക് താങ്ക്സ് 2 എന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ 1 2 എന്താണെങ്കിലും കൊടുക്കാം. നമുക്ക് 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് നെയിമൊക്കെ ഇഷ്ടം ഉള്ളതുപോലെ കൊടുക്കാം. മെസ്സേജ് സെൻഡ് ചെയ്തു. ഇനി നമുക്ക് ആ മെസ്സേജിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ റിപ്ലൈ നോക്കാം. റിപ്ലൈ കൊടുത്ത് നമുക്ക് ആ ടെംപ്ലേറ്റ് സേവ് ആയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇനി ടെംപ്ലേറ്റ് എടുത്തു, അതിൻ്റെ അകത്ത് ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫീഡ്ബാക്ക് താങ്ക്സ് 2 കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും അറിയിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.